ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ സാധനകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാധിശക്ത സമ്പത്തിയിലെ അവസാനത്തെ സാധനയായ സമാധാനം എന്നുള്ളതാണ് നോക്കിയേ. സർവദാ സ്ഥാപനം ബുദ്ധേഹേ ശുദ്ധേ ബ്രഹ്മണി സർവദാ തത് സമാധാനമിത്യുക്തം നതു ചിത്തസ്യ ലാലനം എന്നുള്ള ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, അപ്പോ വിവേകം, വൈരാഗ്യം, സമാധിഷക്ക സമ്പത്തി, ഇത് മൂന്നും കഴിഞ്ഞു. 4 പ്രധാന സാധനങ്ങളില് വിവേകം ആദ്യം പഠിച്ചു, വൈരാഗ്യത്തെ രണ്ടാമത് മനസ്സിലാക്കി, മൂന്നാമത് സമാധിഷക്ക സമ്പത്തിയിലെ 6 സാധനങ്ങളില് 6 എണ്ണവും നോക്കി. ഇനി 4ാമത്തെ മെയിൻ സാധന, അതാണ് ഇനി നോക്കാനുള്ളത്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അഹങ്കാരാദിദേഹാന്താൻ ബന്ധാനജ്ഞാനകൽപ്പിതാൻ സ്വസ്വരൂപാവബോധേന മോക്തുമിച്ഛ മുമുക്ഷുതാ. അതാണ് പറയുന്നത്. അഹങ്കാരാദിദേഹാന്താൻ ബന്ധാനജ്ഞാനകൽപ്പിതാൻ സ്വസ്വരൂപാവബോധേന മോക്തുമിച്ഛാ മുമുക്ഷുതാ. അപ്പോ അവിടെ വന്നു കഴിഞ്ഞു. ആ സാധന എന്താണ്? മുമുക്ഷുത്വം. ആ സാധനയെ കുറിച്ചാണ് ഇപ്പോ വിശദമായിട്ട് ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പോകുന്നത്. മോക്ഷം നേടണം എന്ന തീവ്രമായ ആഗ്രഹം, അതാണ് വേണ്ടത്. മോക്ഷം നേടണമെന്ന തീവ്രമായ ആഗ്രഹം. അതില് തീവ്രമായ എന്നുള്ള ആ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മളൊക്കെ പറയും, മോക്ഷം വേണം, മോക്ഷത്തിനാണ് എല്ലാം ചെയ്യുന്നത്, ഭഗവാന്റെ കയ്യിൽ മോക്ഷം പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നു. അത് പറച്ചിൽ മാത്രമായിട്ട് നിൽക്കും. തീവ്രമായ ഒരു മോക്ഷം വേണം, തീവ്രമായ ഒരു ആഗ്രഹം നമ്മളിൽ പലർക്കും കാണില്ല. എന്താ വെച്ചാൽ കലിയുഗമാണ്, സംസാരത്തിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. ഭവസാഗരത്തിൽ നിന്ന് കയറിപ്പോരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ അതിനെയൊക്കെ നീക്കി നിർത്തി എനിക്ക് മോക്ഷം നേടണം, അതാണ് എൻ്റെ അന്തിമമായ ലക്ഷ്യം. എനിക്ക് മനുഷ്യജീവിതം കിട്ടിയിരിക്കുന്നത് മോക്ഷം നേടാൻ വേണ്ടി ആണ് എന്ന് ഉറപ്പിച്ച് അതിനുവേണ്ടി ബാക്കി എന്തിനു വേണമെങ്കിലും അതിനു വേണ്ടി ഞാൻ ത്യജിക്കാൻ തയ്യാറാണ് എന്ന് വന്നാലേ അതിന് തീവ്രമായ ആഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തീവ്രമല്ല, കിട്ടിയാ ഓക്കെ, ബാക്കിയെല്ലാം കിട്ടുന്ന പോലെ. ഇപ്പൊ നല്ല വീട് വേണം, നല്ല കുട്ടികൾ ഉണ്ടാവണം, നല്ല ജോലി കിട്ടണം, നല്ല ഭാര്യ വേണം, എല്ലാം കിട്ടുന്ന പോലെ മോക്ഷവും വേണം എന്നതിന്റെ കൂട്ടത്തിൽ നിർത്തുമ്പോൾ അത് തീവ്രമായിട്ടൊരാഗ്രഹമൊന്നുമല്ല. ഭക്തിയുണ്ട്, അപ്പൊ ഭക്തിയുള്ളവരോട് ചോദിച്ചാൽ പിന്നെ എനിക്ക് ഭഗവാനോട് മോക്ഷം കിട്ടണം, അത്രേ ഉള്ളൂ, ഭഗവാനിൽ ചേരണം, അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മള് ഒരു കാഷ്വലായിട്ട് എങ്ങനെ സംസാരിച്ചു പോകുന്ന കാര്യങ്ങളാണ്. കാരണം തീവ്രമായ മുമുക്ഷുത്വം ഉണ്ടാവണമെങ്കിൽ നേരത്തെ പറഞ്ഞ സംഗതിയൊക്കെ വരണം. എന്തൊക്കെയാണ്? വിവേകം ഉണ്ടായിരിക്കണം, അത് പിന്നെ ഉണ്ടെന്ന് കൂട്ടാം. വൈരാഗ്യം ഉണ്ടായിരിക്കണം, അത് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പിന്നെ സമാധിഷക്ക സമ്പത്തി നമുക്ക് എത്ര പേർക്കുണ്ട് നമ്മുടെ കയ്യില്? നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വയം ഒന്ന് നോക്കുക. ശമമുണ്ടോ, ദമമുണ്ടോ, ഓരോന്നും നോക്കുക. തിദീക്ഷ, എല്ലാ കാര്യങ്ങളും നോക്കുക. നോക്കുമ്പോൾ നമുക്ക് കാണാം അതിലൊന്നും നമ്മൾ ശരിക്കും ക്വാളിഫൈഡ് ആയിട്ടില്ല എന്ന് നമുക്ക് കാണാം. അപ്പൊ അതിലൊക്കെ ക്വാളിഫൈഡ് ആയി വരുന്ന ഒരാളാണ് തീവ്രമായിട്ടുള്ള മോക്ഷത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു മുമുക്ഷുത്വം, തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും, ആഗ്രഹങ്ങളൊന്നും പാടില്ല, അതല്ലേ മോക്ഷത്തിന് വേണ്ടത്?
പിന്നെ മോക്ഷം നേടണം എന്നുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ശരിയാണോ? എന്താ ഈ കുതർക്കത്തിനാണല്ലോ സാധാരണ വേദാന്തം പറയുമ്പോൾ അതിനൊക്കെ ഖണ്ഡിക്കാനായിട്ട് കുതർക്കം പറയുന്നൊരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. ആഗ്രഹം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോ മോക്ഷം എന്ന് വേണമെന്ന് ആഗ്രഹം വേണമെന്ന് പറയുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരാം. അപ്പോ ശങ്കരാചാര്യസ്വാമികൾക്ക് ഇതൊക്കെ എന്തൊക്കെ കൊനഷ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്നുള്ളതാണ്. ശങ്കരാചാര്യസ്വാമി പറയാത്ത ഒരു ചോദ്യവും ഇവിടെ വന്ന് നമ്മുടെ വേദാന്തത്തിനകത്തില്ല. നമ്മൾ പലപ്പോഴും ബുദ്ധിപരമായിട്ട് വിചാരിക്കും ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി എവിടെ കിട്ടാനാ എന്ന് നമ്മൾ വളരെ ബുദ്ധിപരമായിട്ടാണ് ചിന്തിക്കുന്നത്. പല ചോദ്യങ്ങളും നമ്മൾക്കിപ്പോൾ ഈ യൂട്യൂബിലൊക്കെ കാണാം. പല ഗുരുക്കന്മാരോടും പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചെറുപ്പക്കാരായിട്ട് പ്രായമായവരാകട്ടെ ചിലർ ചോദിക്കുമ്പോൾ ഇതുവരെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉപനിഷത്തുകളില് ശിഷ്യന്മാരും ഗുരുവും തമ്മിലുള്ള സംവാദത്തില് ചോദിക്കാത്തതായിട്ടൊന്നുമില്ല. സകല കാര്യം ചോദിച്ചിട്ടുണ്ട്, സകലത്തിനും മറുപടിയും കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും വായിക്കാതെ കണ്ടും പഠിക്കാതെ കണ്ടും അതിനുവേണ്ടി ശ്രമിക്കാതെ കണ്ടും ഞാൻ എന്തോ പുതിയൊരു കാര്യം കണ്ടുപിടിച്ചു എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ പലരുടെയും ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് പല ഗുരുനാഥന്മാരും. കുറച്ചുകൂടെ ശ്രമിച്ച് വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ശങ്കരാചാര്യസ്വാമികൾക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ചോദ്യം ചോദിക്കലാണ് ഏറ്റവും വലിയ ട്രെൻഡ്. അതേസമയം മനസ്സിലാക്കി വരുമ്പോൾ ചോദ്യങ്ങൾ തനിയെ അപ്രത്യക്ഷമാകും എന്നുള്ളൊരു ചിന്തയില്ല. കാരണം അതിനുവേണ്ടി മെനക്കെടാൻ കഴിയില്ല. ഒരു ഉപനിഷത്ത് വായിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ബുക്സ് വായിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുനാഥന്മാരുടെ ജീവചരിത്രം വായിച്ച് മനസ്സിലാക്കി കുറേശ്ശെ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പല പല കാര്യങ്ങളും മനസ്സിലായി വരും. പക്ഷെ അതിന് സമയമെടുക്കും. അതിനായിരിക്കും തയ്യാറല്ല. എല്ലാവർക്കും ഇപ്പോ ക്വിക്കായിട്ട് എന്തെങ്കിലും കിട്ടണം. ഞാൻ പറഞ്ഞ ക്വിക്ക് മണി എന്ന രീതിയിൽ കുറെ പൈസ കൊണ്ട് കളയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു കാര്യമാണ് ഇതിനകത്തും ചെയ്യുന്നത്. അപ്പൊ ശങ്കരസ്വാമി ഇവിടെ പറയുന്നു ആഗ്രഹം എങ്ങനെയാ സാധനയാവുക? അതാണ് ഇപ്പൊ ചോദ്യം. ആഗ്രഹം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ ഇതെങ്ങനെ സാധന എന്ന് പറയാ ഇതിനെ എന്നാണ് ചോദ്യം. അതിന്റെ സാരം ആഗ്രഹിക്കരുത് എന്ന ആഗ്രഹത്തെ മുമുക്ഷുത്വം തരും. അത് വളരെ രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആഗ്രഹിക്കരുത് എന്ന ആഗ്രഹത്തെ മുമുക്ഷുത്വം നമുക്ക് തരുന്ന പറയുന്നത്. അപ്പൊ ഇത് ചിന്തിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ ഈ പറഞ്ഞത് എന്താണെന്ന്. വെറുതെ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ? ആഗ്രഹിക്കരുത് എന്ന ആഗ്രഹത്തെ മുമുക്ഷുത്വം തരും. വളരെ ഗഹനമാണത്. ചുമ്മാ ഒരു വാക്കിലൊന്ന് പറഞ്ഞാൽ ഇതിന്റെ സത്ത് മനസ്സിലാവില്ല. ഇരുന്ന് ആലോചിക്കണം എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഒരു ആഗ്രഹം സാധനയാകുന്നു. ഒരാഗ്രഹം സാധനയായിട്ട് മാറുകയാണ്. മറ്റേ ആഗ്രഹങ്ങളൊന്നും സാധനയല്ല. ജീവിതത്തിൽ എത്രയോ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, അതൊന്നും സാധനയാവില്ല. മുമുക്ഷുത്വം എന്ന ആഗ്രഹം സാധനയായിട്ട് കൺവെർട്ടാവും, മാറും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. എന്ത്? മോക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. അതില് പലരും വിചാരിച്ചിരിക്കുന്നത്, അതായത് ശരിയായിട്ടുള്ളതിന്റെ അർത്ഥം അറിയാത്തവര് മുഴുവൻ മരണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മരിച്ച് നമ്മൾ ഈശ്വരനിലേക്ക് ചെല്ലും എന്നൊരു ചിന്തയിലാണ് സാധാരണ നിലയ്ക്ക് ഒരുപാട് പേരും അറിഞ്ഞു വെച്ചിരിക്കുന്നത് മോക്ഷം. അപ്പോ നമ്മൾ ഈ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈ കണ്ടോളൻസ് അറിയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മെസ്സേജുകൾ കാണാം. ഇന്ന ആള് മരിച്ചു, മോക്ഷം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത് മരിച്ചു കഴിയുമ്പോൾ കിട്ടേണ്ട ഒരു കാര്യമാണെന്നാണ് മെസ്സേജുകളിൽ മുഴുവൻ. ഈ ആത്മാവിന് മോക്ഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങനെ മെസ്സേജുകളേക്കും. ഇത് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല, എന്തോ അങ്ങനെ കേട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം, ഈശ്വരനിൽ എത്തട്ടെ എന്നൊരു ഉദ്ദേശത്തോടെ ആയിരിക്കാം. പക്ഷെ അതിന് മരണം ആവശ്യമില്ല എന്നുള്ള തത്വം ആരും അറിയുന്നില്ല. ആവശ്യമില്ലെന്നല്ല, അതിന് മുമ്പേ നേടേണ്ടതാണ് ഇത് എന്നുള്ളൊരു വിചാരം ആർക്കും ഇല്ല. അവിടെയാണ് നമ്മുടെ വേദാന്തം പഠിപ്പിച്ചു തരുന്നത്. മരണമല്ല മോക്ഷം. ഈ ശരീരം വിടുന്നതിന് മുമ്പ്
ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നേടേണ്ടതാണ് മോക്ഷം എന്ന അവസ്ഥ എന്ന് വളരെ വ്യക്തമായിട്ട് വേദാന്തം പറഞ്ഞു തരുന്നു. വേദാന്തം മാത്രമേ അത് പറഞ്ഞു തരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി വേദാന്തം പഠിച്ചില്ലെങ്കിൽ, ഏതെങ്കിലും ഗുരുവിന്റെ മുഖത്ത് നിന്ന് കേട്ടില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ, നമ്മൾ ഈ ചിന്തയിൽ തന്നെയായിരിക്കും. മരണമാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് എന്നൊരു ചിന്തയിലാണ് ഇരിക്കുക. അങ്ങനെ അല്ലേ അല്ല. അപ്പോ ഒരു ആഗ്രഹം സാധനയായിട്ട് മാറുന്നു. ഏവരും ആഗ്രഹിക്കുന്നു, അർത്ഥമറിയാത്തവരെ മരണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മരണമാണ് മോക്ഷം എന്ന് വിചാരിക്കുന്നവരെന്ത് പറയും? ഇപ്പൊ മോക്ഷം വേണോന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും. കാരണം അവര് വിചാരിക്കുന്നത് മരിക്കുമ്പോഴാണ് മോക്ഷം എന്ന് വിചാരിക്കുന്ന ഒരാളോട് ഇപ്പൊ മോക്ഷം തരട്ടെ എന്ന് ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചാൽ അയാൾ എന്ത് പറയും? ഇപ്പൊ വേണ്ട, ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയും. കാരണം അയാൾ ധരിച്ചിരിക്കുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ച ശേഷമുള്ള സംഭവം എന്നാണ്. അങ്ങനെയുള്ള ഒരാളോട് ഒന്ന് ചോദിക്കുമ്പോൾ അയാൾ മോക്ഷം വേണ്ടെന്നേ പറയും. ഇത് വളരെ ഗഹനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ അൾട്ടിമേറ്റ് എയിം അതിലോട്ടാണ് പോകുന്നത്. അപ്പൊ പൂർണ്ണ സംതൃപ്തിയാണ് മോക്ഷം. മനസ്സിന്റെ പൂർണ്ണ സംതൃപ്തി, അതാണ് മോക്ഷം എന്നറിഞ്ഞാലോ അപ്പൊ നമുക്ക് എന്ത് തോന്നും? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് മോക്ഷം വേണമല്ലോ എന്നുള്ളൊരാഗ്രഹം നമ്മളിൽ ഉണ്ടാകും, ഉറപ്പാണ്. കാരണം ഇപ്പോൾ നാം പൂർണ്ണ സംതൃപ്തരല്ല. പൂർണ്ണ സംതൃപ്തരാണോ ഇപ്പൊ നമ്മള്? അല്ല. ഏതെങ്കിലും ഒരു കോണില് ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. ഏതെങ്കിലും ഒരു കോണിൽ അതൃപ്തിയുണ്ട്. അപ്പോ അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് വേദാന്തം പഠിപ്പിച്ചു തരുന്നത്. അത് മാറിയാൽ എന്തുണ്ടാവും? പൂർണ്ണ തൃപ്തി മനസ്സിന് ഉണ്ടാകും. പൂർണ്ണ തൃപ്തി ആയാൽ അത് മോക്ഷമായി. പിന്നെ അവിടെ വീണ്ടും ഒരു ജന്മത്തിനുള്ള വിത്തുകളില്ല. പൂർണ്ണ സംതൃപ്തിയായ പിന്നെ അവിടെ വിത്തില്ലല്ലോ. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു. പിന്നെ അവിടെ വിത്തുകൾ കിടപ്പില്ല. വിത്ത് കിടപ്പുണ്ടെങ്കിലാണ് വീണ്ടും ഒരു ജന്മം വരുന്നത്. അപ്പോ അമൃതത്വത്തിലേക്ക് നയിക്കുന്നത് പൂർണ്ണ സംതൃപ്തിയാണ്. അതാണ് മോക്ഷം. ഇത് വളരെ വളരെ നന്നായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഇത് പഠിച്ചു പോകുമ്പോൾ ഒരിക്കലും ഈ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാൻ ഇടവരരുത്. ഇതിൽ നിന്ന് സ്വല്പം മാറിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പഴയ നമ്മുടെ നേരത്തെ ധരിച്ചു വെച്ചിരിക്കുന്ന മോക്ഷം എന്നുള്ളത് ശരീരം വിട്ടിട്ടുള്ളതാണെന്നൊരു ചിന്തയിലേക്ക് പോയാൽ ഈ പൂർണ്ണ സംതൃപ്തി ഇപ്പോൾ കിട്ടില്ല. അതിനുവേണ്ടി ശ്രമിക്കുകയും ഇല്ല. പൂർണ്ണ സംതൃപ്തി ചുമ്മാ ഉണ്ടാവില്ല. അതിനുവേണ്ടി ഒരുപാട് ഈ പറഞ്ഞ വഴികളിൽ കൂടെ വന്നാലേ പൂർണ്ണ സംതൃപ്തി എന്നൊരു സംഭവം ഉണ്ടാവുള്ളൂ. നമ്മുടെ ധാരണ എങ്ങനെയല്ലല്ലോ. ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയാൽ സംതൃപ്തി എന്നുള്ളതാണല്ലോ നമ്മുടെ വിശ്വാസം. എൻ്റെ ഇന്ന ആഗ്രഹങ്ങൾ സാധിച്ചാൽ ഞാൻ തൃപ്തനായി. പക്ഷെ നമ്മൾ ഇത്രയും നാൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെ കാണുന്ന ഈ ലോകത്തില് സംസാരത്തിൽ കിട്ടുന്ന ഒന്നിനും നമുക്ക് ആത്യന്തികമായ സംതൃപ്തി തരാൻ പറ്റില്ല. ഇത് സംതൃപ്തി തന്നാൽ അടുത്ത സെക്കൻഡിൽ ആ സംതൃപ്തി മാറി അതൃപ്തിയായി മാറും എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിത്യജീവിതത്തിൽ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഈ അതൃപ്തി മാറി പൂർണ്ണ തൃപ്തനായാൽ അതാണ് മോക്ഷം എന്ന് പറഞ്ഞു തരുന്നു. പൂർണ്ണ സംതൃപ്തിയാണ് മോക്ഷം എന്നറിയുമ്പോൾ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? ഇല്ല. അപ്പൊ നമുക്ക് വേണം എന്നൊരു തോന്നൽ വരും. മരണമാണ് മോക്ഷം എന്ന് പറയുമ്പോഴാണ് പറയേണ്ട മോക്ഷം വേണ്ട, ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം, ഇപ്പൊ മോക്ഷമൊന്നും വേണ്ട. പക്ഷെ പൂർണ്ണ സംതൃപ്തിയാണ് മോക്ഷം എന്ന് പറയുമ്പോൾ വിവരമുള്ളവര് പറയും, എന്നാൽ എനിക്കും മോക്ഷം വേണം. കാരണം എനിക്ക് സംതൃപ്തിയാണ് ആവശ്യം. അപ്പൊ ഈ ആഗ്രഹത്തെ എന്തുകൊണ്ട് സാധനയാക്കുന്നു എന്നാൽ, അതായത് ഈ പൂർണ്ണ സംതൃപ്തി വേണം എന്നുള്ള ഒരു ആഗ്രഹത്തെ എന്തുകൊണ്ട് സാധനയാക്കുന്നു എന്നാൽ അതിന് ഒരു സവിശേഷതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ആശ എല്ലാവർക്കും ഉണ്ട് എങ്കിലും അത് വളരെ വളരെ ശക്തി കുറഞ്ഞ് വളരെ ലൈറ്റ് ആയിട്ടുള്ളൂ. അതിന് മേലെ വേറെ ആശകളാണ്
നമ്മുടെ ലിസ്റ്റിൽ ഉള്ളത്. എനിക്കിത് വായിച്ചപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി. എന്താ വെച്ചാൽ ശരിയാണല്ലോ, നമ്മുടെ ലിസ്റ്റില് ഒരുപാട് ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഇതും കൂടെ എഴുതി വെച്ചു കാണാം, അത്രേ ഉള്ളൂ. ഏറ്റവും അടിയിലായിരിക്കില്ല, ശരി, പക്ഷെ ഇടയ്ക്ക് എവിടെയോ ആണ് ഉള്ളത്. ബാക്കി ആശകളും ആഗ്രഹങ്ങളും ആണ് അതിന്റെ മുകളിൽ ഒരുപാട് കെട്ടുകണക്കിനുണ്ട്. അതിനുശേഷം ഇത് കിട്ടുകയാണെങ്കിൽ കൊള്ളാം. അതിനുശേഷം അങ്ങനെ ഒരു സംഭവം കൂടെ നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ന ആഗ്രഹങ്ങളുണ്ട്, അതിനുശേഷം എനിക്ക് ഇതും കൂടെ, ഈ പൂർണ്ണ സംതൃപ്തിയുള്ള ഈ മോക്ഷം എന്നുള്ള സംഗതിയും കൂടെ കിട്ടിയാൽ കൊള്ളാം എന്നേ ഉള്ളൂ നമ്മുടെ ലിസ്റ്റിൽ. അപ്പൊ അതിനെ തീവ്രമായത് എന്ന് പറയാൻ പറ്റില്ല. മോക്ഷം എന്ന ആശ ലിസ്റ്റിൽ എവിടെയോ ഒരു സ്ഥലത്തുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പല ആശകളുടെ കൂട്ടത്തില് ഒരു മോക്ഷവും കൂടെ. അമ്പലത്തിൽ പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ ഒരു മോക്ഷവും കൂടെ ഭഗവാനെ അതുകൂടെ തരണേ എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ആചാര്യന്മാർ, ഗുരുനാഥന്മാര് പറയണത് എങ്ങനെയാ വെച്ചാൽ അങ്ങനെ പോരാ, അങ്ങനെയല്ല വേണ്ടത്. മുഴുവനായ ആഗ്രഹമാകണം അത്. വേറെ ഒരു ആഗ്രഹവും ഇല്ലാതെ ഇത് മുഴുവനായ ഒരു ആഗ്രഹമായി മാറണം. എന്ത്? മുമുക്ഷുത്വം. അതായത് പൂർണ്ണ സംതൃപ്തിയാണ് എനിക്ക് വേണ്ടത് എന്നത് മുഴുവനായ ആഗ്രഹമായി, വേറൊരു ആഗ്രഹവും പാടില്ല. പൂർണ്ണ സംതൃപ്തിയാണ് എനിക്ക് വേണ്ടത്. അതിനു വേണ്ടി എന്ത് ത്യജിക്കാനും, എന്ത് സാധന ചെയ്യാനും, എത്ര പരിശ്രമം ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വരണം. നമ്മൾ ഓരോ പ്രവൃത്തിയിലും ഏർപ്പെടുന്നത് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളനുസരിച്ചല്ലേ. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ആഗ്രഹം അനുസരിച്ചാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. ഇപ്പൊ ഒരു തീർത്ഥയാത്ര പോകണമെങ്കിൽ അവിടെ ചെന്ന് ആ ഈശ്വരനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അതിനു വേണ്ടിയുള്ള എല്ലാ പെയിനും എടുക്കുന്നത്. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എത്രയോ നാള് പരിശ്രമിച്ച് എൻ്റെ പേരിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലാണ് അത് ചെയ്യുന്നത്. എന്തിന്? നിസ്സാരം നമ്മുടെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ അവരെന്ത് പഠിക്കണം, അവർക്ക് എന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, എത്ര പെയിൻ എടുക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു? ആഗ്രഹം നിറവേറ്റുന്നതിനെല്ലാം നമ്മൾ എത്ര വേണമെങ്കിൽ പ്രയത്നിക്കാൻ തയ്യാറാണ്. സാധാരണ ലൗകികമായ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് വേണമെന്ന് വരുമ്പോൾ നമ്മൾ അത് ലഭിക്കാൻ വേണ്ടി എത്ര വേണമെങ്കിൽ ശ്രമിക്കാൻ, പ്രയത്നിക്കാൻ തയ്യാറാണ്. അപ്പൊ ആഗ്രഹങ്ങളാണ് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത്. ഓരോ ആഗ്രഹവും നമ്മളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നത് ആഗ്രഹങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ് നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ അതിനൊരു ഉദാഹരണം ആചാര്യസ്വാമി പറഞ്ഞത് വളരെ രസകരമായിട്ട് നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞത്, വിശപ്പുള്ളൊരു കുഞ്ഞിനെ ആദ്യം വിശക്കുന്ന ഉടനെ, വിശപ്പ് തുടങ്ങി ചെറുതായിട്ടൊന്ന് കരഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഭക്ഷണം ശരിയാക്കി കൊണ്ടേ ഇരിക്കുന്നുള്ളൂ, കുഞ്ഞല്ലേ. അപ്പൊ നമ്മൾ കുറുക്കോ എന്തെങ്കിലുമൊക്കെ കൂഴോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാനുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പാലെടുത്തുകൊണ്ടിരിക്കുന്നു, ഹോർലിക്സ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോ കൊച്ച് കരയാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാം വിശപ്പ് തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ഇവിടെ പ്രിപ്പറേഷൻ ശരി ആയിട്ടുമില്ല, ഒരു 2 മിനിറ്റ് താമസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കളിപ്പാട്ടം എടുത്തു കൊടുക്കും. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ചെറിയ കളിപ്പാട്ടം എടുത്തു കൊടുക്കും, കുഞ്ഞിന് ഇഷ്ടമുള്ളൊരു കളിപ്പാട്ടം കൊടുക്കും. കളിപ്പാട്ടം കൊടുക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ആ കളിപ്പാട്ടത്തിന്റെ അട്രാക്ഷനിൽ അങ്ങനെ നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വിശപ്പ് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ ഈ ഒരു സൂത്രവും അവിടെ വലിക്കുമോ? ഇല്ല. വിശപ്പ് കൂടിക്കഴിയുമ്പോൾ ഒന്നും നടക്കുന്നില്ല. ഒരു കളിപ്പാട്ടമൊക്കെ വലിച്ച് ദൂരോട്ടെറിയും. പിന്നെ ഭക്ഷണം കിട്ടിയിട്ടേ കുഞ്ഞി കരച്ചിൽ നിർത്തും. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇതുപോലെയാണ്. സാധാരണ ആഗ്രഹങ്ങളെല്ലാം ഇതുപോലെയാണ് നമ്മുടെ പോകുന്നത്. പക്ഷേ അന്തിമമായ മോക്ഷം നേടണമെന്ന് ആഗ്രഹിച്ചാൽ എന്താണ്? ഇതുപോലെ കുട്ടി കളിപ്പാട്ടത്തെ മാറ്റിവെച്ച് എനിക്ക് ഭക്ഷണം തന്നെ വേണം എന്ന് വാശി പിടിച്ച പോലെ നമ്മളും ഈ ഇടയില് നമ്മളെ സുഖിപ്പിക്കാൻ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നേച്ചർ തരുന്ന ചില സംഗതികൾ, അതിനെ
ഈ ഇന്ദ്രിയങ്ങൾ പിടിച്ചു വലിക്കുന്നതിന്, ശമതമാദികളൊക്കെ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം. അപ്പൊ മോക്ഷം നേടാനായി ഉള്ള ആഗ്രഹം, അതാണ് മുമുക്ഷുത്വം. വേറൊന്നും അതിനകത്ത് പെടില്ല. മോക്ഷം വേണം എന്നുള്ള പൂർണ്ണമായ ആഗ്രഹം, വേറൊന്നും അതിനകത്ത് കലർത്താൻ പറ്റത്തില്ല. അതാണ് മുമുക്ഷുത്വം. അപ്പൊ തീവ്രമായ ആഗ്രഹങ്ങൾ എങ്ങനെയാ ആദ്യം പ്രവർത്തിക്കപ്പെടും? ആദ്യം തീവ്രമായതല്ലേ പ്രവർത്തിക്കുക? അതെ. അപ്പൊ മോക്ഷം എന്ന ആഗ്രഹത്തെ തീവ്രമാക്കിയാലല്ലേ അത് മുമ്പിൽ വരുള്ളൂ, അല്ലെങ്കിൽ അത് ലിസ്റ്റിൽ പുറകിലായി പോവില്ലേ? അപ്പൊ അങ്ങനെ തീവ്രമായ മോക്ഷം വേണമെന്ന ആഗ്രഹം വരുന്നത് വളരെ വളരെ വിരളമാണ്. അപ്പൊ നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചറിയാം. നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, നമ്മളിപ്പോ കുറച്ച് നാളായല്ലോ നമ്മൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയിട്ടും ഉപനിഷത്ത് പഠിച്ചു തുടങ്ങിയിട്ടും കുറച്ച് നാളായി. കുറെ ഉപനിഷത്ത് പഠിച്ചു, പിന്നെ തത്വബോധം പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അല്ലാതെ ധാരാളം ഭാഗവതം, മറ്റു പുരാണങ്ങള്, രാമായണം എല്ലാം നമ്മൾ ജടായുവിന്റെ ഒത്തിരി കഥകൾ, ഒരുപാട് പേർക്ക് മോക്ഷം കിട്ടിയ കഥകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ തീവ്രമായിട്ട് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം മോക്ഷമാണ് എന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? ഒരു വിഷയമാണത്. ഏത് സമയവും നമ്മൾ ഈ ശരീരം വിട്ടുപോകാം. അപ്പൊ ശരീരം വിട്ടുപോയിട്ട് കിട്ടുന്ന സംഭവമല്ല ഇത് എന്ന് നമുക്കിപ്പോ നമ്മുടെ ശാസ്ത്രം, വേദാന്തം നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പൊ ശരീരം വിടുന്നതിന് മുമ്പേ എനിക്ക് ഈ മോക്ഷം ലഭിച്ചിരിക്കണം, ഇന്നു മുതൽ ഞാൻ അതിനു വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം. എളുപ്പമല്ല, പക്ഷെ സാധിക്കും എന്ന് ശാസ്ത്രം പറയുന്നു. സാധിച്ചവരും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആ തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മുമുക്ഷുത്വമുണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല. നാലാമത്തെ സാധനയില് നമ്മൾ എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അപ്പൊ ചെറുതായിട്ടുണ്ട് എന്നിപ്പോ ഒരു സൂചന പറഞ്ഞു എന്ന് വിചാരിക്കുക. അല്ല, ഉണ്ട് എന്ന് പറയുമ്പോ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, എന്ത് ചെയ്യാനാണ്? ഉണ്ട്, പക്ഷെ സാഹചര്യം അനുകൂലമല്ല. അതാണല്ലോ നമ്മൾ സാധാരണ പറയുന്നൊരു വാക്ക്. നമ്മളെപ്പോഴും പഴി കൊടുക്കുന്നത് മറ്റുള്ളവരിലേക്കാണോ? കഴിഞ്ഞ നേരത്തെ നമ്മൾ പഠിച്ചപ്പോ പറയുണ്ടായി, ഒരിക്കലും മറ്റുള്ളവരെ, നമ്മുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അത് മറ്റുള്ളവരുടെ മേലിൽ പഴിയായിരുന്ന ഒരു സ്വഭാവത്തെ മാറ്റണം. അവനവന്റെ പൂർവ്വജന്മ സുഹൃതമനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ആരെയും ബ്ലെയിം ചെയ്യരുത്, ഒരാളെയും ബ്ലെയിം ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ഈ ഒരു ആഗ്രഹം വരുമ്പോ, അല്ല മറ്റാഗ്രഹങ്ങൾ, അത് ഒരു തടസ്സമായിട്ട് അവിടെ വരാൻ പാടില്ല. അപ്പൊ ഇതിനെ വലുതായിട്ട് തന്നെ കണ്ടാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് കണ്ടാൽ നമുക്ക് പറ്റില്ല. ഇനി ചെറുതായിട്ട് കണ്ടാൽ, ഉണ്ട് എന്ന് മനസ്സിലായാൽ എന്താ ചെയ്യാൻ പറ്റുക? അതിനും ഒരു ഉദാഹരണം പറയുന്നു. അത് വളരെ ഉണ്ട് എങ്കിൽ, ഒരു ചെറിയൊരു കനൽ അവിടെ ഉണ്ടെങ്കിൽ, നമ്മൾ തീയാണ് ഉദാഹരണം പറയുന്നത്. ചെറിയൊരു കനലുണ്ടെങ്കിൽ ആ ചെറിയ കനലിനെ എങ്ങനെയാ നമുക്ക് വലിയൊരു തീയാക്കി മാറ്റാൻ പറ്റുക? നമ്മൾ ഒന്ന് വീശി കൊടുക്കുകയോ ഒന്ന് ഊതി കൊടുക്കുകയോ ചെയ്യുമ്പോൾ ആ കനല് കൂടുതലായിട്ട് അതിന് വേണ്ട എയർ കിട്ടുമ്പോ അത് വലുതാവും, തീയാവും, വലിയ അഗ്നിയാവും. അതിനെ കാട്ടി തീ വരെയാക്കാൻ നമുക്ക് സാധിക്കും. ആണല്ലോ, എത്ര വലുതാക്കാൻ വേണമെങ്കിൽ സാധിക്കും അഗ്നിയെ. വേണ്ട ഇന്ധനം കൊടുത്താൽ എത്ര വേണമെങ്കിൽ വലുതാക്കാം. അപ്പൊ ഇന്ധനം കൊടുക്കുന്നത് ആരാ? നമ്മളാ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളില് വളരെ ചെറുതായിട്ടൊരു വേണമെന്നുണ്ട്, പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ, മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല, ഒരുപാട് വേറെ കാര്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ എൻ്റെ പൂർവ്വജന്മം കൊണ്ടായിരിക്കാം എന്നെ വന്ന് ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അഗ്നിയെ, മുമുക്ഷത്വമുള്ള മോക്ഷം വേണമെന്ന് ഉള്ളില് ഉണ്ടായിരിക്കുന്ന ആ ചെറിയ തീക്കനലിനെ എങ്ങനെ അതിന് വേണ്ട ഇന്ധനം കൊടുത്ത് അതിനെ പൊക്കിക്കൊണ്ടുവരാം എന്ന് നമ്മൾ ശ്രമിക്കണം. ആ ഇന്ധനം കൊടുക്കലാണ് നേരത്തെ പറഞ്ഞ വിവേകം, വൈരാഗ്യം, ശമാധിഷ്ഠ സമ്പത്തികൾ. അത് കൊടുക്കുമ്പോ ഈ കൊച്ചു കനല് ഇതങ്ങ് ആളിക്കത്തും. അപ്പോ
നമ്മൾ ഈ പറഞ്ഞ പൂർണ്ണ സംതൃപ്തി നമ്മളിൽ ഉണ്ടാകും. അപ്പൊ ഇത് വെറുതെ എങ്ങനെ മോക്ഷം നേടണം എന്ന് പറഞ്ഞാൽ അത് കിട്ടുമോ? ഇല്ല. അപ്പൊ മോക്ഷം നേടണം എന്നൊരു മുമുക്ഷുത്വം എനിക്കുണ്ട്, അല്ലെങ്കിൽ മോക്ഷം നേടണം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നു, ആ പറച്ചില് അറിവ് പൂർവകമായിരിക്കണം എന്ന് പറയും. 99%, 99 അല്ല 100% ആൾക്കാർ തന്നെ മോക്ഷം നേടണം എന്ന് പറയുമ്പോൾ അറിവ് പൂർവകമായിട്ടല്ല പറയുന്നത്. നമ്മൾ കുറെ ഭക്തന്മാരുടെ കാര്യമൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന എത്രയോ ഭക്തന്മാരും ആചാര്യന്മാരും പലരും ഉണ്ട്. ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മോക്ഷം നേടണം എന്ന് പറഞ്ഞാൽ അത് അറിവ് പൂർവകമായിട്ടുള്ള ഒരു പറച്ചിലല്ല. അറിവ് പൂർവമായിട്ടുള്ള ഒരാൾ പറയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അയാൾ അതിനു വേണ്ടി തീവ്രമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കും, പക്ഷെ പുറത്ത് പറയുക പോലുമില്ല. അതാണ് അതിൻ്റെ ഒരു വിശേഷത. അപ്പോ മോക്ഷം നേടണം എന്നുള്ള ആ ആഗ്രഹം അറിവ് പൂർവകമായിരിക്കണം എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അറിവോടുകൂടി വേണം പറയാൻ. നല്ല വ്യക്തമായ അറിവ് വേണം. എന്താണ് മോക്ഷം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ അറിവ് വേണം. അതിവിടെ ഗുരുനാഥന്മാരിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. എന്താണ് അത് എന്നുള്ളത്, അതിന്റെ വഴികളും നമുക്കുണ്ട്. അപ്പൊ ഇത് അറിവ് പൂർവകമായിട്ട് വേണം ഇത് നമ്മൾ ചെയ്യാൻ. അപ്പോ അത് അറിവ് വേണം എന്ന് പറയും. എന്തറിവാണ് എന്നൊരു ചോദ്യം പിന്നെയും വരും. ധാരാളം ചോദ്യങ്ങളാണല്ലോ. അറിവ് പൂർവകമായിരിക്കണം എന്ന് പറഞ്ഞപ്പോ ഉടനെ ചോദിച്ചു എന്തറിവ്. അപ്പോ പറയുന്നു, എൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം ഈ ലോകത്തിലെ വസ്തുക്കളോ സാഹചര്യമോ അല്ല. അതാണ് രസം. നല്ല രസകരമായിട്ട് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ്. എൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം ഈ ലോകത്തിലെ വസ്തുക്കളോ സാഹചര്യങ്ങളോ അല്ല, എൻ്റെ അറിവില്ലായ്മയാണ് എന്ന തിരിച്ചറിവിനെയാണ് ഇവിടെ പറയുന്നത്. എൻ്റെ അജ്ഞാനം, അല്ലേ? വേദാന്തം പഠിക്കുന്ന ഒരാള് ആദ്യം അറിയേണ്ട ഒരു സംഭവമാണ് അജ്ഞാനം. അജ്ഞാനം ജ്ഞാനം. ജ്ഞാനിയായാൽ മോക്ഷത്തിലാണ്, അജ്ഞാനിയായാൽ സംസാരത്തിലാണ്. സംസാരത്തിലുള്ള ആള് അജ്ഞാനി, സംതൃപ്തിയിലുള്ള ആള് ജ്ഞാനി. അപ്പോ അറിവ് എന്തറിവായിരിക്കണം എന്നാണ് പറഞ്ഞത്? എൻ്റെ ഇപ്പോഴത്തെ ദുഃഖത്തിനോ സങ്കടത്തിനോ വിഷമങ്ങൾക്കോ എല്ലാം കാരണം ഈ വസ്തുക്കളോ അല്ലെങ്കിൽ എൻ്റെ ഈ സാഹചര്യമോ അല്ല, എൻ്റെ അറിവില്ലായ്മയാണ്. അതായത് അജ്ഞാനം എന്ന് പറയുന്ന ആ അറിവില്ലായ്മയാണ് എന്ന തിരിച്ചറിയൽ വളരെയധികം ആവശ്യമാണ്. എന്തിന്? മുമുക്ഷുത്വത്തിന് വേണ്ടി പോകുമ്പോൾ. ഈ ഒരു അറിവുണ്ടെങ്കിലേ മുമുക്ഷുത്വം, മോക്ഷം വേണമെന്ന് പറയാൻ പാടുള്ളൂ. ചുമ്മാ മോക്ഷം വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ അറിവ് തിരിച്ചറിവുണ്ടായിട്ട് വേണം മോക്ഷം വേണമെന്ന് പറയാൻ. ഭൂമിയില് കുറെ സത്യങ്ങൾ കുറെ കാലം മറയ്ക്കപ്പെട്ടിരിക്കും. പിന്നീട് അത് തെളിഞ്ഞു വരും. ആദ്യം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഭൂമി പരന്നതാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? പിന്നീട് അത് പല വഴിക്കും തെളിയിക്കപ്പെട്ടു, കണ്ടുപിടിക്കപ്പെട്ടു. അപ്പൊ മനസ്സിലായി. ഇതേപോലെ എത്രയോ കാര്യങ്ങൾ ഭൂമിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഒരു വിചാരമായിരിക്കും, അതിനെ പിന്നീട് യുക്തിയുക്തമായിട്ടൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ അത് മനസ്സിലാവും. അതുപോലെ എൻ്റെ ദുഃഖകാരണം എൻ്റെ അറിവില്ലായ്മ എന്ന സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കണം. നിസ്സാര കാര്യമല്ലത്. എന്താ വെച്ചാൽ നമുക്ക് കണ്ണുകൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന സത്യങ്ങളാണ് ഇപ്പോൾ എല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഇപ്പോ പല സത്യങ്ങളും വെളിപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഇന്ദ്രിയ ഗോചരമാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു സംഗതി ഇന്ദ്രിയ ഗോചരമല്ല. ഈ പ്രപഞ്ചമാണ്, ഇവിടുത്തെ വസ്തുക്കളോ ഈ സാഹചര്യങ്ങളോ മറ്റുള്ള ഒരു വ്യക്തികളോ ഒന്നുമല്ല എൻ്റെ ദുഃഖത്തിന് കാരണം. എൻ്റെ അജ്ഞാനമാണ് എന്നുള്ള ആ ഒരു അറിവ്, അതാണ് സത്യം എന്ന അറിവ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടാൻ പറ്റുന്നതല്ല. അത് അനുഭവിച്ച് അറിയാനേ പറ്റും. ഇന്ദ്രിയങ്ങൾ കൊണ്ട് പറ്റില്ല. സ്വയം അതിലേക്ക് എത്തുക.
ജ്ഞാനം, അത് അജ്ഞാനം എന്നുള്ളത് നീങ്ങിപ്പോകുക എന്നുള്ളതേ ഉള്ളൂ, അല്ല അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ജ്ഞാനം വന്നാൽ അജ്ഞാനം അവിടെ ഇല്ല. അപ്പൊ ജ്ഞാനം നേടുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ എവിടുന്നോ സമ്പാദിക്കപ്പെടുന്ന ഒരു സംഭവമല്ല. അറിവ് ഉണ്ടാവുക. എന്തറിവ്? എന്റെ അറിവില്ലായ്മയാണ് ദുഃഖത്തിന് കാരണം എന്ന അറിവ് വേണ്ട. മോക്ഷമാർഗത്തിൽ ഈ അറിവില്ലായ്മ എന്നെ മറച്ചു കൊണ്ടുപോകുന്നു. എന്റെ അജ്ഞാനമാണ് മോക്ഷമാർഗത്തിൽ എനിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന തിരിച്ചറിവ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയുമാണ് നമ്മുടെ ദുഃഖത്തിനൊക്കെ കാരണമായി പറയുന്നത്. നമുക്ക് അവനവനെ പറ്റി അറിയില്ല. അവനവനെ പറ്റി അറിയണം. അതാണ് ആദ്യം വേണ്ടത്. അതായത് തുടക്കത്തില് ആത്മാവിനും ദുഃഖത്തിനും എന്ത് സംബന്ധം എന്ന് നമുക്കറിയില്ല. അറിയാവോ? ശരിക്കും പറഞ്ഞാൽ നല്ല ഗഹനമാണ് ഈ ഒരു ഭാഗം. മുമുക്ഷത്വത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ വിവേക ചൂടാമണി പറഞ്ഞിരിക്കുന്നത് വളരെ ഗഹനമാണ്. തുടക്കത്തില് ആത്മാവിനും ദുഃഖത്തിനും എന്ത് സംബന്ധം എന്ന് നമുക്കറിയില്ല. ഇത് തന്നെയാണ് ദുഃഖകാരണം എന്നാ പറയുന്നത്. നമ്മുടെ ആത്മാവിനും, ഇപ്പൊ നമ്മുടെ ആത്മാവെന്ന് പറയുവേ, പക്ഷെ ആക്ച്വലി നമ്മുടെ ആത്മാവെന്നുള്ള പ്രയോഗമില്ല. പക്ഷെ ബേസിക് തുടക്കത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെ ആത്മാവെന്നാണല്ലോ പറയാം. ശരിക്കും നമ്മൾ ആത്മാവ് തന്നെയാണ് എന്നുള്ളൊരു വെർഷനെ ആദ്യം സംസാരിച്ചാൽ ആദ്യം ഒന്നും മനസ്സിലാവില്ല. ഇപ്പൊ നമ്മുടെ ആത്മാവ് എന്നാണ് ഇപ്പൊ ആദ്യമൊക്കെ നമ്മൾ പറയുക. അപ്പോ ആത്മാവിനും ദുഃഖത്തിനും തമ്മിൽ എന്ത് ബന്ധം എന്ന് നമുക്കറിയില്ല. ഇതാണ് ദുഃഖകാരണം. യഥാർത്ഥത്തിൽ ഞാൻ ആര് എന്നറിയാതെ, യഥാർത്ഥത്തിലുള്ള ഞാൻ ആര് എന്നറിയാതെ തെറ്റായ ഒന്നിനെ ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നു. അതാണ് ദുഃഖകാരണം. ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അഡ്രസ്സ് പറയും. ആ അഡ്രസ്സ് തന്നെ ഇഷ്ടംപോലെ നമുക്ക് പലതരത്തിലും പറയാം. ഞാനിപ്പോൾ എൻ്റെ ജോലിയെ സംബന്ധിച്ച് പറയാം, എൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് പറയാം, എൻ്റെ ഫാമിലിയിലെ വേറെ ആരെങ്കിലും ബന്ധപ്പെടുത്തി പറയാം. ഒരുപാട് രീതിയിൽ ഞാൻ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് നമ്മൾ പോലും ചിന്തിക്കാറില്ല. പിന്നെ എങ്ങനെയാ മറ്റുള്ളവരോട് പറയുക? അപ്പൊ അങ്ങനെ ഈ തെറ്റായതിനെ എല്ലാം ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ദുഃഖ കാരണം. ഒരുപാട് ചിന്തിച്ചാലേ മനസ്സിലാവും. ചിന്തിച്ചാൽ മനസ്സിലാകും. അതാണ് വേദാന്തത്തിന്റെ പ്രത്യേകത. ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്, പരമ്പരയായിട്ട് വന്ന് തന്നിരിക്കുന്നത് അതാണ്. ചിന്തിച്ചാൽ മനസ്സിലാകും, ഉറപ്പാണ്. പക്ഷെ ചിന്തിക്കണം, അതിനുവേണ്ടി മെനക്കണം. അന്നേരം ഉറക്കം വരും പുസ്തകം വായിക്കുമ്പോ കേൾക്കുമ്പോ ഒക്കെ. അത് ആത്മീയതയുടെ ഒരു പ്രത്യേകതയാണ്. അത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ളവൻ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഇപ്പൊ ദുഃഖ കാരണം ഞാൻ എന്നുള്ളതിനെ തെറ്റായി ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നതാണ് എന്നുള്ളതാണ്. ശരീരം ഉണ്മയിൽ ഞാനല്ല, പക്ഷെ നാം അങ്ങനെ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ശരീരം മൂലം വരുന്ന സുഖദുഃഖങ്ങൾ എല്ലാം എന്നെ ബാധിക്കുന്നവയാണ് എന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പൊ പോകുന്നത്. ഞാൻ ഈ ശരീരമാണ്, അതുകൊണ്ട് ഈ ശരീരത്തിനെ ബാധിക്കുന്ന മാനസികവും ശാരീരികവുമായ എല്ലാ ദുഃഖങ്ങളും എന്നെ ബാധിക്കുന്നവയാണ് എന്ന് തന്നെയാണ് നാം ഇപ്പോൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഉടൽ അല്ല ഞാൻ, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്ന് അറിയുമ്പോൾ, വെറുതെ വാക്കാതെയല്ല, സാധന ചെയ്ത് കുറേശ്ശെയെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞ്, ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് വന്നാൽ ഒത്തിരി വ്യത്യാസം വരും കാര്യങ്ങൾക്ക്. അപ്പോ ഉടലിന് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്നെ ബാധിക്കില്ല. ഉടലിന് വരുന്നതെന്ന് പറഞ്ഞാൽ രോഗമായിട്ടുള്ളതല്ല പറയണേ. ഉടൽ എന്നുള്ള ഉദ്ദേശിക്കുന്ന മനസ്സിനെയും കൂടെ. ഇപ്പൊ ബന്ധങ്ങൾ എങ്ങനെ? ആക്ച്വലി നമ്മൾ ദിവസവും പേപ്പറിനകത്ത് ഇഷ്ടം പോലെ മരണങ്ങൾ കാണും. നമ്മൾ ആരും ഇരുന്ന് കരയാറില്ല, വിഷമിക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഈ പടങ്ങളുടെ ഇടയിൽ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടായിരുന്ന ഒരു മുഖം വന്നാൽ പെട്ടെന്ന് നമുക്കൊരു മനസ്സിൽ എന്തൊക്കെയോ തോന്നും.
ഇനി ഒരുപാട് അടുത്തവരും ഒരുപാട് വേണ്ടപ്പെട്ടവരുമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടപ്പെട്ടവർ എന്ന് നമ്മൾ വെച്ചിരിക്കുന്നുണ്ടല്ലോ. അത് അവരാരെങ്കിലുമാണ് ഈ മരണപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടാൽ പെട്ടെന്ന് തീവ്രമായ ദുഃഖം മനസ്സിലുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോ അതെങ്ങനെയാണ് സംഭവിച്ചേ? നമ്മുടെ ഈ ശരീരവുമായിട്ടാണുള്ള ബന്ധം. പത്രത്തിൽ ബാക്കി ഇഷ്ടംപോലെ പടങ്ങൾ കിടപ്പുണ്ട്. ആ പടങ്ങൾക്കൊന്നും നമ്മുടെ ഈ ശരീരവുമായിട്ട് ബന്ധമില്ല. നമ്മുടെ ഈ ശരീരവുമായിട്ട് ബന്ധം വന്ന മറ്റു ശരീരങ്ങളെ കാണുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ശരീരങ്ങൾ തമ്മിലാണ് ഈ ബന്ധം വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്കും ഈ ബന്ധം. അല്ലെങ്കിൽ എനിക്ക് ബന്ധം വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആത്മാ എന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ശോകം ഉണ്ടാവുകയില്ല. മരണശോകം നമ്മുടെ സംഭവമേ ഉണ്ടാകത്തില്ല. മരണം കൊണ്ടുണ്ടാകുന്ന ഒരു ശോകം നമ്മുടെ ഉള്ളിൽ വരികയില്ല. ഞാൻ ആത്മാവ്, വേറൊരു ആത്മാവ് ആ ശരീരം വിട്ടിരിക്കുന്നു. ഞാനും ആത്മാവ് തന്നെയാണ്. ഞാനും എപ്പോ വേണേ ഈ ശരീരം വിടാം. പക്ഷെ എനിക്ക് ഇനി രണ്ടാമതൊരു ശരീരം വേണ്ട എന്ന തീവ്രമായ ആഗ്രഹത്തിലാണ് ഞാനിപ്പോ സാധന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിവ് വരുമ്പോ ഒരു തരത്തിലും നമുക്ക് മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊക്കെ പറയുമ്പോ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വേദിയിൽ പറയാം എന്നല്ലാതെ ചുമ്മാ ഇത് ഇത്രയും നാൾ കേട്ടത് കൊണ്ടും ഇത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇരിക്കുന്നത് കൊണ്ടും നമുക്കിത് അങ്ങോട്ട് പരസ്പരം ഷെയർ ചെയ്യാം. അല്ലാതെ ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റൂ? നിങ്ങൾ ശരീരമല്ല എന്നൊക്കെ നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. പറയാതിരിക്കുകയാണ് നല്ലത്. ആരോടും ഈ വക കാര്യങ്ങളൊന്നും ആരോടും സംസാരിക്കരുത്. അതിനുമായിട്ട് ആ നമ്മുടെ വേവ് ലെങ്ത്തുമായിട്ട് കറക്റ്റ് വരുന്നവരോട്, അങ്ങനെയുള്ളവരോട് മാത്രമേ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ കയറിയ പടി നമ്മൾ താഴോട്ട് ഇറങ്ങി പോകും അറിയാതെ. വലിയ പ്രശ്നങ്ങളുണ്ടാവും. എന്താ വെച്ചാൽ ചില ഈ പറഞ്ഞ ചോദ്യം ചോദിക്കലാണല്ലോ ഇവരുടെ ഈ അജ്ഞാനികളുടെ ഏറ്റവും വലിയ പരിപാടി. ചോദ്യം ചോദിക്കലാണ്. 100,000 ചോദ്യം ചോദിക്കും. അപ്പൊ നമുക്ക് തന്നെ എന്തുണ്ടാവും? ഇപ്പൊ നമുക്കെല്ലാം നമ്മൾ ഇത് ഈ വഴിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലാത്തിനും പെട്ടെന്നൊരു മറുപടി പറയാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. കാരണം നമ്മൾ ഈ സംസാരത്തിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജ്ഞാനത്തിലേക്ക് ശ്രമിച്ച് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇടയിൽ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ നമുക്കൊരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നിപ്പോകാം. അപ്പൊ നമുക്ക് നമ്മുടെ ആത്മീയ യാത്രയിൽ ഒരു തടസ്സം വരാം. മനസ്സ് പെട്ടെന്ന് നമ്മുടെ മനസ്സ് ഒരു വിഷമത്തിലായി പോകുമല്ലോ. അതൊക്കെ തടസ്സങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. നമ്മളെ പോലെ പക്വത വന്ന് നമ്മുടെ പക്വതയെങ്കിലും ഉള്ള ഒരാളോടെ അറിയണം എന്ന ആഗ്രഹമുള്ളവരോട് മാത്രമേ സംസാരിക്കാവൂ. ആഗ്രഹമുള്ളവരോട് സംസാരിക്കാം. അതിൽ വിചാരം ചെയ്യാന്ന് പറയൂലോ നമ്മൾ അങ്ങോട്ട് ഇന്നും പറഞ്ഞ് സത്സംഗത്തിൽ നന്നായിട്ട് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. അല്ലാതെ ഇതിനെ നമ്മൾ പറയരുത്. അപ്പൊ നമുക്ക് സാധാരണ പറ്റുന്നൊരു കുഴപ്പമുണ്ട്. കുറച്ച് ഉപനിഷത്തും കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ അറിഞ്ഞു എന്നുള്ളൊരു മട്ടില് നമ്മൾ ഇത്തിരി സംസാരിക്കാൻ തുടങ്ങും പലരോടും. അങ്ങനെ വരുമ്പോ നമ്മൾ പൂർണ്ണമായിട്ടുള്ള അറിവ് നേടിയിട്ടുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇവര് ചോദിക്കുന്നതിന് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ചോദ്യം ചോദിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ അത് പിന്നെ പ്രശ്നമായി മാറും. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ പോയിട്ട് വേണ്ടാത്ത പണി കിട്ടും. പണി കിട്ടുന്നത് എന്തുകൊണ്ട്? എന്താണ്? ഈ പറഞ്ഞ തീവ്രമായ ആഗ്രഹത്തിന്റെ തടസ്സമായി മാറും. അപ്പൊ അതിന് പോകരുത്. അപ്പൊ ബുദ്ധിമുട്ടുകള് ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ശരിയാണല്ലോ. എല്ലാം അതാ, കംപ്ലീറ്റ് കണക്ഷൻ അതാ. നമ്മുടെ ബന്ധങ്ങള്, സ്നേഹബന്ധങ്ങള്, അത് ഇതെല്ലാം ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടത്. ശരീരവും മനസ്സും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മള് വേറൊരാളുടെ ശരീരവേദനയെ നമ്മൾ എങ്ങനെയാ സമീപിക്കുക? അപ്പൊ നമ്മളോട് ഒരാൾ പറയുന്നു, ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടായി, ഈ കയ്യാൻ വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ട്യൂബ് ഇട്ടിരിക്കുന്നു, ക്യാൻസർ ആണ്, ഇപ്പൊ ട്യൂബ് ഇട്ടിരിക്കുന്നു, ട്യൂബിൽ കൂടെ ഇപ്പൊ ഭക്ഷണത്തിലേക്ക് പോകും, തൊണ്ടയിൽ ക്യാൻസർ ആണ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ എന്ത് പറയും? കഷ്ടം തന്നെ കേട്ടോ, അയ്യോ. നമ്മൾ വേറെ ആൾ പറയുകയാണെങ്കിൽ പാവം എന്നുള്ളതിൽ കൂടുതലൊന്നും സംഭവിക്കില്ലല്ലോ. വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ വേറൊരാളുടെ ശരീരത്തിൽ എന്ത് വലിയ വേദന വന്നാലും അയ്യോ പാവം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് തിരിച്ചറിയണം. ഇത് ശരിക്കും തിരിച്ചറിയണം നമ്മൾ. അപ്പൊ ഈ ശരീരത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണം മറ്റുള്ളവരുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ന് ഓർക്കണം. അപ്പൊ അതിനൊരു ഉദാഹരണം പറയും. ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുക ഒരു സ്ഥലത്ത്. പൂജ നടക്കുമ്പോൾ അതിനെ നിറയെ വെള്ളി പാത്രങ്ങൾ ഇതൊക്കെ വേണം. അപ്പോ അതിന്റെ പൂജ നടത്തുന്ന ആ വീട്ടിലെ ആള് വലിയൊരു പൂജാരിയാണ് ഇതിനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പൂജാരി അവിടെ ഇരിപ്പുണ്ട്. പൂജാരിയുടെ അസിസ്റ്റന്റ് ആണ് ഇതിലെടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓണർ, പൂജ നടത്തുന്ന ഗൃഹനാഥൻ,
പെട്ടെന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഈ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന്, സഹപൂജാരിയുടെ കയ്യിൽ നിന്ന് ഒരു വെള്ളിക്കുടം താഴെ വീണു. വെള്ളം നിറച്ച് വെള്ളിക്കുടം താഴെ വീണു. അത് ചളുങ്ങിയിരിക്കുന്നു. ഭയങ്കര പ്രശ്നമായി. അവനെ വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇത്രയും നല്ല വെള്ളിക്കുടം നീ എവിടെ കിട്ടും, ഇതാണെന്ന് പറഞ്ഞ് ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പൊ വേലക്കാരന് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായില്ല. അയാളിപ്പോ അയാളെ കയ്യിൽ നിന്ന് വീണു, ശരി, അയാൾ ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായില്ല. ചീത്ത കേട്ടു, അയാൾ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞൊരു ഒരു ഭാവവ്യത്യാസം ഇല്ലാന്ന് കണ്ടപ്പോ, പിന്നെ ചീത്ത പറഞ്ഞിട്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലെന്ന് കണ്ടപ്പോ ഇങ്ങനെ ചോദിച്ചു, നീ എന്താ ഇത്രയൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് നീ ഒന്ന് പ്രതികരിക്കാത്തത്? നിനക്കിത് കണ്ടിട്ട് സങ്കടം തോന്നിയില്ലേ? നിനക്കിത് കണ്ടിട്ട് വിഷമം ഉണ്ടായില്ലേ? ഞാൻ ഇത്രയും വഴക്ക് പറഞ്ഞിട്ട് നിനക്കൊന്നുമില്ലേ? ഒരു ഫീലിംഗും ഇല്ലേ എന്ന് ചോദിച്ചു. ഇല്ല. അതെന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു. ഇത് നമ്മുടെ കുടമല്ല, നമ്മുടെ വീട്ടിലെ അല്ല, ഇത് പൂജാരി കൊണ്ടുവന്ന കുടമാണ്. നമ്മുടെ വീട്ടിലെ അല്ല, പൂജാരി കൊണ്ടുവന്ന കുടമാണ്. അങ്ങേരുടെ കുടം താഴെ വീണ്, അതാണ് ചളുങ്ങിയത്. എന്നാ പിന്നെ നീ ഇത് നേരത്തെ പറയണ്ടേ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങനെ വഴക്ക് പറയുമായിരുന്നില്ലല്ലോ എന്ന്. എവിടെ പോയി കാര്യങ്ങളുടെ കിടപ്പ്? നേരത്തെ പറയണ്ടേ നമ്മുടെ അല്ല എന്നുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നേരം നിന്നെ വഴക്ക് പറയില്ലായിരുന്നല്ലോ, ഞാനൊന്നും പറയില്ലായിരുന്നല്ലോ. അപ്പോ എന്റേത് എന്നുള്ളതിന്റെ ഒരു സംഭവം എന്ത് ക്ലിയർ ആയിട്ട് അവിടെ വരുന്നേ? അപ്പൊ ഇവിടെ എവിടെയാണ് ബന്ധം വന്നേ? ഈ ശരീരമായിട്ടല്ലേ ബന്ധം വന്നേ? പൂജാരിയുടെ ശരീരവുമായിട്ടുള്ള ബന്ധത്തിൽ അത് അങ്ങോട്ട് പോയി. എന്റെ ശരീരവുമായിട്ട് ഇതിന് ബന്ധമില്ലാത്തത് കൊണ്ട് എനിക്ക് വിഷമമില്ല. അപ്പൊ നമ്മൾ ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? ശരീരവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ശരീരമായിട്ടുള്ള ബന്ധമാണ് ദുഃഖ കാരണം. അപ്പോ പറയാണ് എന്റെ ചീത്ത പറയല് വേസ്റ്റ് ആയല്ലോ എന്നാ പറയണേ. ഇത്രയും നേരം ഞാൻ പറഞ്ഞിരുന്ന ചീത്ത പറഞ്ഞതെല്ലാം വേസ്റ്റ് ആയല്ലോ. ആദ്യത്തെ ദേഷ്യം എങ്ങനെയായിരുന്നു? ഇതെന്റെ സ്വന്തമാണ്, എന്റെ എന്നുള്ള സ്വന്തം എന്നുള്ളതായതുകൊണ്ടാണ് ആദ്യത്തെ ദേഷ്യം മുഴുവൻ ഉണ്ടായത്. സ്വന്തമല്ല എന്നറിഞ്ഞപ്പോഴോ? അപ്പൊ സ്വന്തമല്ല എന്നറിയുന്നത് എങ്ങനെയാ? പൂജാരി എന്ന ആ ശരീരം, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ലേ. അപ്പോ ഒരു വിഷമവും ഇല്ല എനിക്ക്. നമ്മളിൽ തന്നെ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ പ്രവർത്തനം നല്ല ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഇതിന്റെ ഉൾക്കൊള്ളണം. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളണം. അപ്പോ അഹങ്കാരം മുതൽ ദേഹം വരെയുള്ള അനാത്മാവിനെ ഞാൻ, അല്ലെ? അഹങ്കാരം മുതല് ദേഹം വരെയുള്ള അനാത്മാവിനെ, അനാത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, നമ്മൾ ധാരാളം ക്ലാസ്സുകളിൽ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഞാൻ എന്ന് വിചാരിച്ചു വരുന്നു. ബന്ധങ്ങൾ അറിഞ്ഞ് ഈ അറിവില്ലായ്മ നീക്കണം. ഈ ബന്ധങ്ങള് ഇതൊക്കെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് നമ്മളെ. അനാത്മാവാണ് നമ്മളെ ബന്ധിച്ചിരിപ്പിക്കുന്നത്, ആത്മാവല്ല ബന്ധിപ്പിച്ചിരിക്കുന്നത്. അനാത്മാക്കളാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്. ഈ അനാത്മാക്കളെ നീക്കണം നമ്മുടെ മനസ്സിൽ നിന്ന്. അപ്പൊ അങ്ങനെ നീക്കുമ്പോ എന്തുണ്ടാവും? അതാണ് ജ്ഞാനം. ആത്മ അനാത്മ എന്നുള്ള തിരിച്ചറിവുണ്ടായി അനാത്മാവിന്റെ കൂടെ ഒട്ടലില്ലാതിരുന്നാൽ ജ്ഞാനമായി. വേറൊന്നുമില്ല, അനാത്മാവിനോട് ഒട്ടലില്ലാതിരുന്നാൽ ജ്ഞാനമായി. എത്ര സിമ്പിൾ ആയിട്ടായി ജ്ഞാനത്തെ പറഞ്ഞു തരുന്നേ ഈ ഗ്രന്ഥങ്ങളെല്ലാം, ഇല്ലേ? ആദ്യം നമ്മൾ ഇതൊക്കെ വായിച്ചു പഠിക്കുക, കുറച്ചെങ്കിലും വായിക്കുന്നതിന് മുമ്പൊക്കെ നമ്മുടെ വിചാരം ജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒന്നാണ്. അപ്പോ ചില വാക്യങ്ങൾ കേൾക്കും, ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുന്നത് അതാണ് ആത്മാ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് കംപ്ലീറ്റ് ലൗകികമായിട്ടുള്ള അറിവിനെയാണ് ഇത് പറയുന്നതെന്ന് നമ്മൾ ധരിക്കും സാധാരണ നിലയ്ക്ക്. ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത് അതാണ് ആത്മാ എന്നൊരു വാക്യം ഉണ്ടല്ലോ, അതാണ് ബ്രഹ്മം, അതാണ് ആത്മാ എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ വിചാരിക്കും സകലമായ അറിവും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ലൗകികമായ അറിവുകളാണ്. ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഈ ശരീരമല്ല ആത്മാ എന്ന തിരിച്ചറിവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയുന്നു എന്ന് പറയുന്നതുകൊണ്ട്. എല്ലാം അറിയുന്നത് എങ്ങനെയാ? സർവവും ആത്മാ തന്നെ എന്നുള്ള അറിവാണ് എല്ലാം അറിയുന്നത്. എല്ലാം ഈശ്വരനിൽ നിന്നുണ്ടായത് മാത്രമേ ഉള്ളൂ, ബ്രഹ്മത്തിൽ നിന്നുണ്ടായതല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മമാണ് എന്ന തിരിച്ചറിവ്.
ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ പറയും നമ്മള്. പക്ഷെ നമ്മളെപ്പോലും നമ്മള് ആത്മാ എന്ന് തിരിച്ചറിയുന്നില്ല. മറ്റുള്ളവർക്ക് നമുക്ക് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എത്രയോ പ്രസംഗങ്ങൾ നടത്തും, പ്രഭാഷണങ്ങൾ നടത്തും, ഒക്കെ നടത്തും, നമ്മൾ ചെയ്യും. എല്ലാം ഈശ്വരനെയാണ്, എല്ലാം പറയും നമ്മള്. പക്ഷേ അവനവന്റെ ശരീരത്തിലാണ് ഇപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇത് നീക്കി ഈ ബന്ധങ്ങൾ വരുന്ന വഴികളെയൊക്കെ മനസ്സിലാക്കി അതിനെ പതുക്കെ പതുക്കെ, പുറത്തല്ല ഞാൻ പറയുന്നത്, ഗുരുനാഥന്മാരെ ആരും പുറത്ത് നിങ്ങളെ ബന്ധങ്ങളെ അറുത്തുമുറിക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റുമാണ്. ഉള്ളില് ഇപ്പൊ മകൻ തന്നെ മകനെ അറുത്തുമുറിച്ച് മാറ്റി, ഞാൻ ഇനി നീയുമായിട്ട് ഒരു ബന്ധമില്ല, ഞാൻ വേദാന്തം പഠിച്ചു തുടങ്ങി, ഉപനിഷത്ത് പഠിച്ചു തുടങ്ങി, നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല. അതല്ല. ഭാര്യയോട് പറയാണ്, ഞാൻ ഇന്ന് മുതൽ ഉപനിഷത്ത് പഠിച്ചു, ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, തത്വബോധം പഠിച്ചത് ഇന്നലെ, അത് കഴിഞ്ഞിപ്പോ വിവേക ചൂടാമണിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുമുക്ഷുത്വം അതിന്റെ ഉള്ളിൽ അതാണ്, ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല കേട്ടോ. അങ്ങനെയൊന്നും അല്ലത്. പുറത്ത് കാണുന്ന ബന്ധങ്ങളെ അറുത്തുമുറിക്കലല്ലത്. മനസ്സിനകത്ത് ഇതൊരാത്മാവാണ്, എൻ്റെ മകൻ, എൻ്റെ വീട്ടിൽ എന്നിൽ കൂടി ഇവിടെ വന്ന് ജനിച്ചിരിക്കുന്ന ഒരു ആത്മ, അതിന് സാഹചര്യം ഒരുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി, ഈ ആത്മാവിനെ വളർത്താൻ എനിക്ക് സാധിച്ചു. ഭാര്യ ഒരു ആത്മാ, ഞാനുമായിട്ട് ചേർന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. പൂർവജന്മമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം, എന്തെങ്കിലും ഋണബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം, എന്തെങ്കിലും ഋണം കാണാം, അങ്ങോട്ട് ഈ സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. ആ ആത്മാവ് ആ ശരീരം എടുത്തിരിക്കുന്നു, ഞാൻ എന്ന ആത്മാവ് ഈ ശരീരം എടുത്തിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് കാണാൻ മേലെ സന്തോഷമായിട്ട് തന്നെ കഴിഞ്ഞു പോകാലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, ആരെയും വെറുക്കണ്ട. എൻ്റെ ആത്മീയ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നു മകൻ, അല്ലെങ്കിൽ മകൾ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അമ്മൂമ്മ, ഒന്നുമില്ല. എല്ലാം ഓരോ ആത്മാവായിട്ട് തിരിച്ചു കാണാലോ. അവരുടെ പ്രാരബ്ധം അനുസരിച്ച് എത്രയോ ജന്മം എടുത്തു കഴിഞ്ഞാൽ അവര് ഈ ജന്മത്തിൽ ഇവിടെ വന്നിരിക്കുന്നു, നാളെ അവരെവിടെ പോകും നമുക്കറിയില്ല, ഞാനും എവിടെ പോകുന്ന അറിയില്ല, പക്ഷെ ഞാൻ പോകാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ ആ ബന്ധങ്ങൾക്കൊക്കെ, ഇപ്പൊ അത് വിചാരിച്ചിട്ട് ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേദാന്തം പ്രസംഗിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മരണ വീട്ടിൽ ചെന്ന് മരണം അറിയിക്കാൻ അവിടെ ചെന്നു അവരുടെ സങ്കടത്തിൽ പങ്കെടുക്കുമ്പോൾ അവരോട് പറയാം, ഓ ഇതിപ്പോ നമ്മൾ സാധാരണ കാഷ്വലി പറയും, ആരാണെങ്കിലും മരിക്കും, അത് കാഷ്വലി പറയും. അല്ലാതെ അവിടെ ചെന്ന് വലിയ വേദാന്തം പറയുമോ? നമ്മൾ പറയാൻ പാടില്ല. ആ സാഹചര്യത്തിൽ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ അവരെ ആശ്വസിപ്പിക്കാം, അതാണ് വേണ്ടത്. അവിടെ വേദാന്തം പറയല്ല, പക്ഷെ ഉള്ളില് വേദാന്തം ഉണ്ടായിരിക്കുകയും വേണം. ഞാനും ഇതുപോലെ ഒരു ദിവസം ഈ ശരീരം വിടും, അതെപ്പോ വേണമെങ്കിൽ സംഭവിക്കാം. അതിനു മുമ്പ് എനിക്ക് നേടേണ്ടതായ ആ അന്തിമ ലക്ഷ്യമായ പൂർണ്ണ സംതൃപ്തി, മോക്ഷം എന്നുള്ള വാക്യം നമുക്ക് മാറ്റാം, പൂർണ്ണ സംതൃപ്തി എനിക്ക് ലഭിച്ചിരിക്കണം. അതിന് ഈ ശരീരവുമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്ക് തടസ്സമാണ്. ഉള്ളിന്റെ ഉള്ളില് ഞാൻ ഈ ബന്ധങ്ങളെ നീക്കി നിർത്തി എല്ലാത്തിനെയും ആത്മാവായി കണ്ടുകൊണ്ട് പോകാൻ എനിക്ക് സാധിക്കണം എന്ന് ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു. സാധിക്കണം അങ്ങനെ ചിന്തിക്കാൻ. അപ്പോ ജ്ഞാനത്തെ നേടി ഞാൻ ഈ ജന്മം തന്നെ, ഈ ശരീരം വിട്ടുപോകുന്നത് തന്നെ ഞാൻ പൂർണ്ണ സംതൃപ്തി നേടിയിരിക്കും എന്നുള്ള ആഗ്രഹമാണ് മുമുക്ഷുത്വം. വെറുതെ മോക്ഷം നേടണം എന്നുള്ളൊരു ആഗ്രഹമല്ല മുമുക്ഷുത്വം. ശരീരമാണ് ഞാൻ എന്ന അറിവില്ലായ്മയെ മാറ്റി മോക്ഷം വേണം എന്ന തീവ്രമായ ആഗ്രഹം, അജ്ഞാനം മാറണം എന്ന ആഗ്രഹവും വേണം. രണ്ടും കൂടെ കൂടണം. അജ്ഞാനമാണ് ദുഃഖകാരണം എന്ന് തിരിച്ചറിയണം, ആ അറിവ് വേണം. ആ അറിഞ്ഞ് അത് മുഴുവൻ മാറാൻ വേണ്ടി തീവ്രമായ മുഴുവൻ സമയ സാധന വേണമെന്നാ പറയുന്നത്. മുഴുവൻ സമയ സാധന. നമുക്കിപ്പോ എത്രയുണ്ട്? 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ 5-6 മണിക്കൂർ ഉറങ്ങാനും പോയി, ബാക്കി ഒരു 18 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിനകത്ത് തീവ്രമായ മുമുക്ഷുത്വത്തിന് വേണ്ടി ഉള്ള മാറ്റിവെച്ചിരിക്കുന്ന സമയം എത്ര എന്ന് നോക്കിയാൽ അറിയാം നമുക്ക് മോക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന്. നല്ലൊരു അളവുകോല ഒന്ന് നോക്കിയാൽ മതി. എത്ര സമയം തീവ്രമായ മുമുക്ഷത്വം ആഗ്രഹിച്ച് സാധന ചെയ്യുന്നു, ലൗകികത്തിൽ മുഴുകിയിരിക്കുന്ന സമയം എത്ര, ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ അറിയാം ഈ ജന്മത്തിൽ വല്ലതും നടക്കുമോ ഇല്ലയോ എന്നുള്ളൂ. എന്തായാലും നമുക്ക് ശ്രമിക്കാം, കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം, നമുക്ക് സമയം കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. ഇപ്പൊ രാവിലെ ശകലം സമയം പൂജയും അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോക്കും ഒരു 10 മിനിറ്റ് ധ്യാനവും ഒക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ പൂർണ്ണ സംതൃപ്തി വരുമോ? ജീവിതത്തില് മോക്ഷം ലഭിക്കുമോ?
ചിന്തിക്കേണ്ടതാണ്. അതിനാണ് പറഞ്ഞു തരുന്ന ഗുരുനാഥന്മാര്, നിങ്ങൾ മുറിയെല്ലാം അടച്ചിട്ടിട്ട് മുറിക്കകത്തിരിക്കുകയോ എല്ലാവരെയും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയോ ഒന്നും വേണ്ട. എല്ലാത്തിനെയും ഈശ്വര തുല്യമായിട്ട് കാണുക, എല്ലാത്തിലും ഈശ്വര ചൈതന്യത്തെ കാണുക. അപ്പൊ നമുക്ക് സങ്കടം ഉണ്ടാവില്ല, സന്തോഷം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്ത് വന്നാലും എൻ്റെ പൂർവജന്മ കർമ്മഫലമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. എന്തെല്ലാം വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല മനസ്സ് സുഖമായിട്ട് വെച്ചുകൊണ്ട് പൂർണ്ണ സംതൃപ്തിയിലിരിക്കാനായിട്ട്. എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കുമ്പോഴാണല്ലോ അതൃപ്തി വരുന്നത്. കിട്ടാത്തത് എനിക്ക് ഈ ജന്മത്തിൽ അതിനുള്ള അർഹത ഇല്ലാത്തത് കൊണ്ട് എനിക്കത് വരുന്നില്ല. പിന്നെ വേറൊരു തരത്തിലും കൂടെ ചിന്തിക്കാം. എനിക്ക് ഈശ്വരൻ ഈ ആഗ്രഹം സാധിച്ചു തരാത്തത് എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഇത് ദോഷമായി തീരും എന്ന് എന്നെക്കാട്ടിലും നന്നായിട്ട് ആ പരമമായ എൻ്റെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമിക്ക് അറിയാവുന്നത് കൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ എന്ത് സുഖമുണ്ട്. ഒരാഗ്രഹങ്ങൾ മനസ്സിൽ കയറി വരും. നിങ്ങളുടെ ശരീരം എടുത്തിട്ടുണ്ടല്ലോ, പഴയതൊക്കെ ഉണ്ടല്ലോ, പഴയ വിത്ത് കൊണ്ടാണല്ലോ വന്നത്. ആ വിത്ത് മുളച്ചാണല്ലോ ഇപ്പൊ വലിയ മരമായി നിൽക്കുന്നത്. ഈ മരത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഉറപ്പാണ്. അത് വന്നുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. ഓരോ കാറ്റടിക്കുമ്പോഴും ആടും പല പല ആഗ്രഹങ്ങൾ പുറത്തേക്ക് വരും. വരുന്ന സമയം അത് നടപ്പാവുമ്പോ സന്തോഷവും നടക്കാതിരിക്കുമ്പോൾ ദുഃഖവും. ഇതാണല്ലോ സംസാരം. ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ സുഖം, നടക്കാതിരിക്കുമ്പോൾ ദുഃഖം. ഇതാണ് സംസാരം. അപ്പോ നടക്കാതിരിക്കുമ്പോ ആ ദുഃഖത്തെ നടക്കുമ്പോൾ സന്തോഷിച്ചോട്ടെ, കുഴപ്പമില്ല, പോട്ടെ. പക്ഷെ അത് സ്ഥിരമാണെന്ന് വിചാരിക്കരുതെന്ന് മാത്രം. ആ ശാശ്വതമായ സന്തോഷമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ധരിക്കരുത്. അത് മാറ്റാം, അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല മാറ്റാൻ. പക്ഷെ സങ്കടം വരുമ്പോ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും? അപ്പോ ഒരു കാര്യം ഏറ്റവും എളുപ്പം നമ്മൾക്ക് ചിന്തിക്കേണ്ടത്, ഇപ്പോ നമ്മുടെ സ്റ്റേജിൽ, മറ്റുള്ളവരുടെ കാര്യത്തിലല്ല പറയുന്നത്, നമ്മളിപ്പോൾ ആത്മീയമായിട്ട് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്രയും ഉപനിഷത്തൊക്കെ വായിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കുറച്ചുപേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ഈ ആഗ്രഹം നടക്കാത്തത് എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഇത് ഒരിക്കലും ഒരു ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കില്ല എന്ന് അന്തര്യാമിയായ ആ ജഗദീശ്വരൻ അറിയാം. അപ്പോ എന്നെ പൂർണ്ണ സംതൃപ്തിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ ആ പരീക്ഷണത്തിൽ ഈ ആഗ്രഹം ഭഗവാൻ എനിക്ക് സാധിച്ചു തരുന്നില്ല, ഞാൻ ഈ ആഗ്രഹത്തെ ഉപേക്ഷിച്ചേക്കാം. എത്ര സിമ്പിളായിട്ട് നമുക്ക് ആഗ്രഹത്തെ കൈവിടാം. ആഗ്രഹം വിട്ടുകഴിഞ്ഞാലോ എന്ത് സന്തോഷമായിരിക്കും എന്ന് അനുഭവിച്ചു നോക്കണം. ഒരാഗ്രഹത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽക്കാട്ടിൽ 10 മടങ്ങ് സന്തോഷമാണ് ഉണ്ടാവുക. നമ്മുടെ വിചാരം അങ്ങനെയല്ല. ആഗ്രഹത്തെ ഉപേക്ഷിച്ചാൽ സങ്കടമാണെന്നാണ് നമ്മുടെ വിചാരം. അത് സാധാരണ ആൾക്കാർക്ക്, നമ്മളെപ്പോലെ ഇത്രയും പഠിച്ചു മുന്നോട്ട് വന്നവർക്ക് അങ്ങനെയല്ല. ഒരു ആഗ്രഹത്തെ, നടക്കാതിരിക്കുന്ന ഒരു ആഗ്രഹത്തെ വിട്ടുകഴിഞ്ഞാൽ വളരെ ഫ്രീയാ. ഇതിന് ഭഗവാൻ ബാബ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കർച്ചീഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞാൽ അത് പിടിച്ചോണ്ട് നിൽക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ് ഒരു കർച്ചീഫിനെ 2 വിരൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ. എത്ര സമയം നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? അതേസമയം അത് വിട്ടേക്കെന്ന് പറഞ്ഞാലോ സുഖമായി, ഫ്രീ ആയി. അത് വിട്ട ഉടനെ ഫ്രീ ആയി, ഒരു പ്രശ്നമില്ല. സ്വാമി എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം. ഇത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ കാര്യങ്ങളൊക്കെ അത് തന്നെയല്ലേ, എല്ലാത്തിലും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ നമുക്ക് പ്രശ്നം. വിട്ടു നോക്കുമ്പോൾ അതേപടി ആഗ്രഹത്തെ, ഇനി നടക്കാൻ ആഗ്രഹങ്ങൾ പോട്ടെ, പതുക്കെ മെല്ലെ മെല്ലെ വരട്ടെ. ശരീരം കിട്ടിയതല്ലേ, പലതും ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ നടക്കാത്തതിന്റെ പുറകെ പോയിട്ട് അത് നേടിയേ തീരൂ എന്നും പറഞ്ഞ് അതിന്റെ പുറകെ പോയി ഈ വിഷമങ്ങളെ വാരി വലിച്ചു കൂട്ടി പ്രാരബ്ധങ്ങളെ കൂട്ടി കൊണ്ടുവരുന്നൊരു പ്രവണതയിൽ നിന്ന് നമ്മൾ പിന്മാറണം. അത് വളരെ അത്യാവശ്യം. എന്നാൽ മാത്രമേ തീവ്രമായ മുമുക്ഷുത്വത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈശ്വരനെ പ്രാപിച്ച് ഈശ്വരനെ നേടണം, അങ്ങനെയല്ല. ഈശ്വരനെ പ്രാപിച്ച് ഈശ്വരനെ നേടണം എന്നാണോ മോക്ഷം പറയുന്നത്? അങ്ങനെയല്ല. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാ. ആ ആഗ്രഹം വിടണം. ഈശ്വരനെ പ്രാപിച്ചിട്ട് ഈശ്വരനെ നേടണം എന്നുള്ള ആഗ്രഹമല്ല മുമുക്ഷുത്വം. പൂർണ്ണ സംതൃപ്തി, അന്തര്യാമിയായിട്ടിരിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്ന് തിരിച്ചറിയും. ഞാൻ ചൈതന്യം എന്ന് തിരിച്ചറിഞ്ഞാൽ ആ സമയം ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വേണ്ടാത്തതെല്ലാം കൊഴിഞ്ഞു പോകും. മാത്രമല്ല അടുത്ത സ്റ്റേജിൽ കാണുന്നതെല്ലാം ആ ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എന്തുണ്ടാവും? ജീവ ബ്രഹ്മ ഐക്യം സംഭവിക്കും. ഇതൊന്നും ചുമ്മാ പറയുന്നതല്ല. എത്ര പേര് ഇത് ഇങ്ങനെ അനുഭവിച്ച് കാണിച്ചു തന്നിരിക്കുന്നു നമുക്ക്. എന്നിട്ട് ലോകത്തിൽ നമ്മൾ കാണുന്ന പോലെ അവർ നടക്കുന്നു ഉണ്ടാവും. എത്ര പേര് അങ്ങനെ ജീവിച്ചിരിക്കുന്നു, സാധാരണ മനുഷ്യരെ പോലെ തന്നെ ജീവിച്ചിരിക്കുന്നു. പക്ഷെ അവർ ഉള്ളില് ജീവബ്രഹ്മ ഐക്യം സമ്പാദിച്ചവർ. നമുക്ക് സാധിക്കും, അത് തീർച്ചയായിട്ടും സാധിക്കും.
ശ്രമം അതുമാതിരി ആയിരിക്കണം. തീവ്ര അറിവോട്, അജ്ഞാനം മാറ്റി തീവ്രമായ ശ്രമത്തോടു കൂടിയുള്ള, അറിവോടുകൂടിയുള്ള പ്രവർത്തനം വേണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. എന്താണ് പറയുന്നത് ഇവിടെ? അഹങ്കാരാദി, അഹങ്കാരം മുതലായവയിൽ തുടങ്ങി ദേഹാന്താ, ദേഹം വരെ, അഹങ്കാരത്തിൽ തുടങ്ങി ദേഹം വരെ, ബന്ധാൻ, ശരീരമായിട്ട് ബന്ധപ്പെട്ട ശരീര അഭിമാനം മുതൽ അതിൽ കൂടിയുള്ള ബന്ധങ്ങളെ, അതായത് എന്റെ അഹങ്കാരമാണ് ബന്ധകാരണം എന്ന് മനസ്സിലാക്കി ഇതെല്ലാം സത്യമോ എന്നുള്ളൊരു ചിന്തയോടുകൂടി, സത്യമല്ല, ഇതെല്ലാം അജ്ഞാനകൽപ്പിതം, ബന്ധാൻ അജ്ഞാനകൽപ്പിതാൻ എന്ന് പ്രത്യേകം പറയുന്നു ഇവിടെ. അറിവില്ലായ്മ കൊണ്ട് ആത്മാവിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഈ അഹങ്കാരാദി ദേഹാന്താൻ എന്നിൽ നിന്ന് മാറണം. അങ്ങനെ മാറുമ്പോഴോ സ്വസ്വരൂപാവബോധേന, എങ്ങനെയാണത് മാറുക എന്നാണ് പറഞ്ഞത്? സ്വസ്വരൂപ അവബോധേന. അജ്ഞാനം മാറാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? സ്വയം ഞാൻ ആരാണെന്ന് അറിയാം. രമണ മഹർഷി എപ്പോഴും അതല്ലേ പറയുന്നത്. എന്ത് ചോദിച്ചാലും പറയും ഒരു പ്രശ്നമില്ല, നീ ആരെന്ന് പാര് എന്ന് പറയും. എത്ര രസമായിട്ടാണ് പറയുന്നത്. വേറെ ഒരുപാട് നമ്മൾ വിചാരിക്കും ഒരുപാട് മറുപടികൾ പറയാം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ പറയുന്നു വിചാരിക്കും. ഒന്നുമില്ല, അവിടെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ ആരെന്ന് തിരിച്ചറിയും. ഏത് പ്രശ്നവും അവിടെ സോൾവ് ആവും. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, ഞാൻ ആരെന്ന് തിരിച്ചറിഞ്ഞാൽ അതവിടെ തീരും. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്ദർഭങ്ങളിൽ ഇതൊന്ന് അപ്ലിക്കബിൾ ആക്കി നോക്കണം. അങ്ങനെ ചെയ്ത് അതിന്റെ സുഖം മനസ്സിലായാൽ പിന്നെ നമ്മൾ പതുക്കെ 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 ഫുള്ളായിട്ട് അതിലേക്ക് മാറും. പിന്നെ നമ്മൾ പൂർണ്ണ സന്തോഷത്തിലുമായിരിക്കും, പൂർണ്ണ സംതൃപ്തിയും വരും, ഉറപ്പാണ്. അപ്പോ അവനവന്റെ ഉണ്മയെ ആദ്യം അറിയണം. സ്വസ്വരൂപ അവബോധേന, അവനവന്റെ ഉണ്മയായ ഞാൻ ആത്മാ എന്ന തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ അതുമൂലം എന്തുണ്ടാവും? അജ്ഞാന നിവാരണം ഉണ്ടാവും. സ്വസ്വരൂപാവബോധേന മോക്തുമിച്ഛാമുമുക്ഷത. അങ്ങനെ അവനവന്റെ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ ആ അഹങ്കാരാദി ഇതൊക്കെ മാറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മോക്ഷം നേടണം എന്നുള്ള ആഗ്രഹം, അത് തന്നെയാണ് തീവ്രമായ ആഗ്രഹം. ആ സ്വസ്വരൂപ ജ്ഞാനം മൂലം, സ്വസ്വരൂപം എന്റെ സത്യമായ സ്വരൂപം ആനന്ദ സ്വരൂപമാണ്, ഞാൻ ആത്മാവാണ്, ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അജ്ഞാന കാരണം, ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അജ്ഞാനം, ഞാൻ ആത്മാവാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് മൂലം മോക്ഷം എന്ന ഒരു സംഭവം എനിക്ക് കിട്ടും എന്ന തീവ്രമായ ആഗ്രഹം വേണമെന്നാ പറയും. മോക്ഷത്തെ നേടാൻ ആഗ്രഹം, മുമുക്തും ഇച്ഛ, മോക്തും ഇച്ഛ, മുമുക്ഷത, മുമുക്ഷത്വം, ആ തീവ്രമായ ആഗ്രഹം അങ്ങനെ നമുക്ക് ഉണ്ടാകണം. അതുണ്ടായാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയേണ്ടത്. അറിവില്ലായ്മ, അജ്ഞാനം, അതാണ് ദുഃഖ കാരണം. ഈ അറിവില്ലായ്മയെ നീക്കുന്നത് മൂലം ഒരുവൻ മോക്ഷത്തെ നേടണം എന്ന തീവ്രമായ ആഗ്രഹം. അങ്ങനെ തന്നെ വേണത് മനസ്സിലാക്കാൻ. അതാണ് മുമുക്ഷുത്വം. സാധനാ ചതുഷ്ടയ സമ്പത്തി, അത് ഈ 4 ഇവിടെ അങ്ങ് അവസാനിക്കുകയാണ്. 4ാമത്തെയാണ് ഇപ്പൊ നമ്മൾ നോക്കിയ മുമുക്ഷുത്വം. വിചാരം മുതൽ എന്തുണ്ടാവും? ജ്ഞാനം. ജ്ഞാനം മൂലം ബ്രഹ്മപ്രാപ്തി. ബ്രഹ്മത്തെ അറിയാനാണ് ബ്രഹ്മത്തെ പ്രാപിക്കുന്നത്, അല്ലെ? ഞാൻ ബ്രഹ്മം എന്ന അറിവാണ് ബ്രഹ്മപ്രാപ്തി എന്നുള്ളത്. ബ്രഹ്മജ്ഞാനം തന്നെയാണ് ബ്രഹ്മപ്രാപ്തി, അല്ലാതെ വേറൊരു സ്ഥലത്ത് പോയി കണ്ടുപിടിക്കലല്ലേ. ബ്രഹ്മജ്ഞാനം തന്നെയാണ്. ഇത് അജ്ഞാനം മാറിയാൽ അതായി. വിചാരം എന്ന് പറയുന്നത് എന്തിനാണ് ഇവിടെ? വിചാരം ചെയ്യണം എന്ന് എപ്പോഴും കേൾക്കാം. എന്താണ്? വേദാന്ത വിചാരം തന്നെയാണ്. വേദാന്തത്തിലല്ലേ ഇത് പറയുന്നുള്ളൂ, വേദാന്തത്തിലാണ് ഇത് പറയുന്നത്. വേദാന്തത്തിലുള്ള ഗുരു മുഖേന തന്നെ വേണം. പരമ്പരയായിട്ട് കിട്ടിയിരിക്കുന്ന ഗുരുക്കന്മാരുടെ അറിവിൽ കൂടി വേണം വേദാന്തം പഠിക്കാൻ. അല്ലാതെ വേദാന്തം പഠിച്ചാൽ അത് പ്രയോജനപ്പെടില്ല. ആ സബ്ജക്റ്റ് അങ്ങനെയാണ്. അപ്പോ ഗുരുമുഖേന ഇത് കേൾക്കാം. പക്ഷേ ശങ്കരാചാര്യസ്വാമികൾ കുറെ മിനിമം ക്വാളിഫിക്കേഷൻസിനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. മിനിമം. എന്നിട്ട് വേണം ഒരു ഗുരുവിനെ സമീപിച്ചത് കേൾക്കാൻ. മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ലാതെ, നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലോ, ആരോടെങ്കിലും പോയി സംസാരിക്കാൻ പാടില്ല. മിനിമം ക്വാളിഫിക്കേഷൻ വേണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
എന്നിട്ട് സാധന ചെയ്ത് വിചാരം ചെയ്യണം എന്നാണ് ആചാര്യസ്വാമികളിലൂടെ പറഞ്ഞു തന്നെ. അപ്പൊ ചോദിച്ചു എന്ത് സാധന ചെയ്യണം എന്ന് ചോദിച്ചു. അതിനാണ് 4 സാധനയെ പറഞ്ഞ് വിവേകം, അതായത് നിത്യ അനിത്യ വസ്തു വിവേകം, അതാണ് വിവേകം. നിത്യാനിത്യ വസ്തു വിവേകം. പിന്നെന്താണ് വൈരാഗ്യം പറയും, അതായത് നിത്യത്തിനെ നേടണം, അനിത്യത്തിനെ ത്യജിക്കണം എന്നുള്ള വൈരാഗ്യം. ഇത്രയേ ഉള്ളൂ. വൈരാഗ്യം സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിത്യത്തെ നേടണം, അനിത്യത്തെ ഉപേക്ഷിക്കണം. എത്ര സിമ്പിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലേ? അപ്പോ അനിത്യമാണ് ഭോഗങ്ങൾ നടക്കുന്നതെല്ലാം അനിത്യത്തിൽ കൂടെയാണ്. അതുകൊണ്ട് ഭോഗങ്ങളെ നിയന്ത്രിക്കണം. പിന്നെയോ അറിവ്, നല്ലത് ചീത്ത എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. നിത്യമായതിനെ ആഗ്രഹിക്കുന്നത് മുമുക്ഷുത്വം, അങ്ങനെ പറയാം. നിത്യമായതിനെ ആഗ്രഹിക്കുന്നത് മുമുക്ഷുത്വം, നിത്യമായതിനെ അന്വേഷിക്കൽ മുമുക്ഷുത്വം. അപ്പൊ ഏറ്റവും മൂലമായത് എന്താണ് ഇതിന്റെയൊക്കെ? ഈ സാധന ഇതെല്ലാം പറഞ്ഞപ്പോ, സാധന പറഞ്ഞു വന്നപ്പോ അതിനകത്ത് എന്താണ് ഏറ്റവും പ്രധാനമായത്? മൂലം വിവേകമാണ് ഏറ്റവും പ്രധാനം. അവിടെ നിന്ന് തുടങ്ങിയാലേ പറ്റുള്ളൂ. വിവേകം ഉണ്ടെങ്കിലേ ബാക്കിയെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പൊ വിവേകമാണ് മൂലം, പിന്നെ വൈരാഗ്യം, പിന്നെ ശമതമാദികള്, എന്നിട്ടാണ് മുമുക്ഷുത്വം വരുന്നത്. അപ്പൊ ഈ 4 സാധന ചേർന്ന് അതാണ് ഒരു ശിഷ്യന്റെ ലക്ഷണം. 4 സാധനകൾ ചേർന്നതാണ് ശിഷ്യലക്ഷണം. എന്തൊക്കെയാണ്? വിവേകം, വൈരാഗ്യം, പിന്നെ 6 എണ്ണം കൂടിയ ഒരു സെറ്റ്, അത് 6 എണ്ണം ഉണ്ട്. ആ 6 സാധനങ്ങള്, പിന്നെ മുമുക്ഷുത്വം. പക്ഷെ സമാധി ഷഡ്ക സമ്പത്തി എന്ന് പറഞ്ഞ 6 എണ്ണം: വിവേകം, വൈരാഗ്യം, ശമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. ഈ 4 സാധനങ്ങളും ചേർന്ന് ഉള്ള ഒരാളാണ് ശിഷ്യ. ആ ലക്ഷണം ഉള്ളൊരു ശിഷ്യൻ അയാളാണ്. അങ്ങനെയുള്ള ശിഷ്യൻ എങ്ങനെയുള്ള ഗുരുവിനെ നേടണം എന്ന് ആചാര്യസ്വാമി ഇനി നമുക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോ നമ്മൾ ഈ 4 സാധനങ്ങളിൽ കൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് ഉള്ളൊരു ഇതിലാണ് ഇനി മുന്നോട്ട് പോകുന്നേ. ഇനി നമ്മൾ എങ്ങനെയുള്ള ഗുരുവിനെ, ഇതൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കാം നമ്മുടെ കയ്യിൽ, എങ്ങനെയുള്ള ഗുരുവിനെ നമ്മൾ ഇനി സമീപിക്കണമെന്ന് ആചാര്യസ്വാമി അടുത്ത ശ്ലോകത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരും. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. കൂടുതൽ കൂടുതൽ സുന്ദരമായ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. നമ്മളൊരു ഫാമിലി പോലെ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ്. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മുടെ സുബ്രഹ്മണ്യ സാറുമായിട്ടൊക്കെ ഇപ്പൊ ഒരുപാട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. വളരെ രസകരമായ ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ നമുക്ക് ഈ അറിവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേമാതിരി വിജയനാരായണൻ, ഇവരെല്ലാവരും തന്നെ, നിങ്ങളെല്ലാവരും, ബീന സുരേഷ്, എല്ലാവരും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനൊരു കൂട്ടായ്മ കിട്ടാനും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തോ ഈശ്വരൻ, സ്വാമി, ബാബ വലിയൊരു അനുഗ്രഹം തന്നിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ. അത് തുടർന്നു പോകാൻ ഇനിയും നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ നമ്മുടെ സാധന തുടരാനുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും ഓം ശ്രീ സായിരാം. സായിരാം സാർ, നമ്മുടെ മുജ്ജന്മ സുഹൃതമാണ് നമ്മൾ ഇങ്ങനെ നമ്മളൊരു ഫാമിലി ആയിട്ട് ഇരിക്കണേ. അല്ലാണ്ട് എന്ത് പറയാനാ സാർ? അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ